ട്രെയിനിൽ നെഞ്ചുവേദനയെ തുടർന്ന് യുവാവ് മരിച്ച സംഭവത്തിൽ കളക്ടർക്കും മനുഷ്യാവകാശ കമ്മീഷനും പോലീസിനും പരാതി നൽകാൻ ഒരുങ്ങി വീട്ടുകാർ. സ്റ്റേഷൻ മാസ്റ്റർ അടിയന്തര നടപടികൾ സ്വീകരിച്ചുവെന്നും ചികിത്സ വൈകാൻ കാരണം യാത്രക്കാർ പ്രകോപിതരായതാണെന്നും റെയിൽവേ. 1,08,00,000 രൂപയുടെ ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് മാളിക്കടവ് സ്വദേശി നിബ്രാസ് മഹൽ വീട്ടിൽ 24 വയസ്സുള്ള അജ്സലിനെയാണ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിൽ CI ജംഗ്ഷനിൽ കർമ്മസമിതി 685 ദിവസമായി തുടരുന്ന സമരത്തിന് ആശ്വാസം. അടിപ്പാറയ്ക്കുള്ള അനുമതിയായി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ട്രെയിനിൽ നെഞ്ചുവേദനയെ തുടർന്ന് യുവാവ് മരിച്ച സംഭവത്തിൽ ജില്ലാ കളക്ടർക്കും മനുഷ്യാവകാശ കമ്മീഷനും പോലീസിനും പരാതി നൽകാൻ ഒരുങ്ങി വീട്ടുകാർ. അതേസമയം വിശദീകരണവുമായി ദക്ഷിണ റെയിൽവേ രംഗത്തെത്തി. സ്റ്റേഷൻ മാസ്റ്റർ അടിയന്തര നടപടികൾ സ്വീകരിച്ചുവെന്നും ചികിത്സ വൈകാൻ കാരണം യാത്രക്കാർ പ്രകോപിതരായതാണെന്നും യാത്രക്കാർ ചങ്ങല വലിച്ചതും ചികിത്സ വൈകാൻ കാരണമായെന്നും റെയിൽവേ വിശദീകരണക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ചാലക്കുടി കോടശ്ശേരി മാരാംകോട് സ്വദേശി മുണ്ടേപ്പിള്ളി വീട്ടിൽ സുബ്രന്റെ മകൻ ശ്രീജിത്താണ് മരിച്ചത്. മുംബൈ എറണാകുളം ഓഖ എക്സ്പ്രസിൽ തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. ഹൈദരാബാദിൽ നിന്നും തിരിച്ചു വരുന്ന വഴി ഷൊർണൂരിൽ എത്തിയതോടെ യുവാവിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടു. തുടർന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. യാത്രക്കാർ വിവരമറിയിച്ചതിനെ തുടർന്നെത്തിയ TTRും സംഘവും അടിയന്തര ചികിത്സ നൽകാനായി മുളങ്കുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്താൻ തീരുമാനിച്ചു. ഇതുപ്രകാരം ബന്ധപ്പെട്ട സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്ററെ വിവരമറിയിക്കുകയും ചെയ്തു. എന്നാൽ മുളങ്കുന്നത്തുകാവ് സ്റ്റേഷനിൽ യുവാവിനെ ഇറക്കിയെങ്കിലും ആശുപത്രിയിൽ എത്തിക്കാനുള്ള ഒരു സൗകര്യവും ചെയ്തില്ലെന്നാണ് വീട്ടുകാരുടെ ആക്ഷേപം. അവർ പറഞ്ഞ 10 മണിക്ക് എത്തുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എൻ്റെ മോനെ രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞു. അത്രമാത്രം. ഇപ്പൊ നിങ്ങൾക്ക് കുടുംബത്തിന് ഇതിൽ പരാതി ഉണ്ട്? പരാതി എന്താ വെച്ചാൽ ആ കുട്ടിയുടെ പരാതി കൊടുത്തിട്ടുണ്ട്. ആ കുട്ടി അത്രയ്ക്ക് വിഷമിച്ചിട്ടുണ്ട്. കിടന്ന് ആ കുട്ടി അത്രയ്ക്ക് വിഷമിച്ചിട്ടുണ്ട്. ഈ മകന്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടി? അതെ, അവൻ കല്യാണം കഴിക്കുമ്പോൾ പെൺകുട്ടിയെ. മുൻകൂട്ടി അറിയിപ്പ് ലഭിച്ചിട്ടും ആംബുലൻസ് സൗകര്യം പോലും ഒരുക്കിയില്ലെന്നും ആരോപണമുണ്ട്. ആൾക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ആയി. അവിടെ ആരും റെയിൽവേയിൽ അങ്ങനെ ആരും ഒരു നടപടി കാര്യം സ്വീകരിച്ചതാ. അങ്ങോട്ട് നടക്ക നോക്ക 2-3 TTR ഉണ്ടായെന്ന് പറഞ്ഞ ട്രെയിനിൽ. അതിലൊരാൾ ഹിന്ദിക്കാരനാണ്, ബാക്കി മലയാളികളാണെന്ന് പറഞ്ഞു. ഇൻഫോർമേഷൻ അവർക്ക് കൊടുത്തിട്ടുണ്ടോ ഇല്ലയെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. കൊടുത്തുന്നാണെന്ന് പറഞ്ഞ് റെയിൽവേ പോലീസുകാരും ഞങ്ങളൊക്കെ വന്നായിരുന്നു വെച്ചതിന് ശേഷം. അരമണിക്കൂറിന് ശേഷമാണ് ആംബുലൻസ് എത്തിയതെന്നും പറയുന്നു. ഇതിനിടെ യുവാവിന് നെഞ്ചുവേദന രൂക്ഷമാവുകയും മരണപ്പെടുകയുമായിരുന്നു. ആംബുലൻസ് സൗകര്യം ഒരുക്കിയിരുന്നെങ്കിൽ ശ്രീജിത്തിന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്നാണ് വീട്ടുകാർ പറയുന്നത്. ആയുർവേദ തെറാപ്പിസ്റ്റാണ് മരിച്ച ശ്രീജിത്ത്. മീഡിയ ടൈം, തൃശൂർ. 1,08,00,000 രൂപയുടെ ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയെ മുംബൈ എയർപോർട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് കരുവശ്ശേരി മാളിക്കടവ് സ്വദേശി നിബ്രാസ് മഹൽ വീട്ടിൽ 24 വയസ്സുള്ള അജ്സലിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള തൃശൂർ റൂറൽ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓൺലൈൻ തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്യാനുള്ള നാഷണൽ സൈബർ ക്രൈം പോർട്ടലിൽ പരാതി റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. കേരളത്തിൽ നിന്നുമുള്ള നിരവധി യുവാക്കളെ സ്വാധീനിച്ച് കമ്മീഷൻ നൽകി ബാങ്ക് അക്കൗണ്ടുകൾ എടുപ്പിക്കുകയും ഈ അക്കൗണ്ടുകൾ വഴി ഇന്ത്യയിൽ ആകമാനം നടക്കുന്ന സൈബർ കുറ്റകൃത്യങ്ങളിലൂടെ ചതി ചെയ്ത് തട്ടിയെടുത്ത കോടിക്കണക്കിന് പണം ATM കാർഡ്, ചെക്ക് എന്നിവ ഉപയോഗിച്ച് പിൻവലിക്കുകയും ഇത് ക്രിപ്റ്റോ കറൻസിയായി ചൈന, കംബോഡിയ, ദുബായ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യുന്ന പ്രധാന പ്രതിയാണ് അജ്സൽ. ഓൺലൈൻ ട്രേഡിംഗ് ചെയ്യുന്ന BGC എന്ന ട്രേഡിംഗ് കമ്പനിയാണെന്ന ഫേസ്ബുക്ക് മെസ്സഞ്ചർ, വാട്സാപ്പ്, ടെലഗ്രാം എന്നീ സോഷ്യൽ മീഡിയകളിലൂടെ മെസ്സേജ് അയച്ച് വിശ്വസിപ്പിച്ച് ട്രേഡിംഗ് ചെയ്യുന്ന വാലറ്റ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ച് ട്രേഡിംഗ് ചെയ്യാനാണെന്ന വ്യാജേനയും ടാക്സ്, വിഡ്രോവൽ ചാർജ്, കൺവെൻഷൻ ഫീ എന്നിവ ഇനത്തിലുമാണ് തട്ടിപ്പ് നടത്താൻ ഉപയോഗിക്കുന്ന വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 1,08,78,935 രൂപ ചാലക്കുടി പരിയാരം സ്വദേശി മാളക്കാരൻ വീട്ടിൽ ബിനു പോളിൽ നിന്നും ഇയാൾ തട്ടിയെടുത്തത്. പരാതിക്കാരന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിന്റെ മെസ്സഞ്ചറിലേക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ട്രേഡ് ചെയ്യുന്നതിന് താൽപ്പര്യമുണ്ടോ എന്ന്, ചെറിയ ഇൻവെസ്റ്റ്മെന്റിലൂടെ വലിയ രീതിയിൽ ലാഭമുണ്ടാക്കാമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ട്രേഡ് ചെയ്യുന്നതിനുള്ള വാലറ്റിൽ കയറുന്നതിനുള്ള ലിങ്ക് അയച്ചു നൽകിയത്. പണം പിൻവലിക്കാൻ ശ്രമിച്ചപ്പോൾ സാധിക്കാതിരിക്കുകയും വീണ്ടും പണം ആവശ്യപ്പെടുകയും ചെയ്തപ്പോഴാണ് ഇതൊരു തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയത്. തുടർന്ന് നാഷണൽ സൈബർ ക്രൈം പോർട്ടലിൽ പരാതി രജിസ്റ്റർ ചെയ്യുകയായിരുന്നു.
പോലീസ് അന്വേഷിക്കുന്ന വിവരം അറസ്റ്റ് ചെയ്ത മറ്റു പ്രതികളിൽ നിന്നും അറിഞ്ഞ അഫ്സൽ ഒളിവിൽ പോവുകയായിരുന്നു. ഇയാളെ പിടികൂടുന്നതിനായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPS നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. തായ്ലൻഡിലേക്ക് കടന്ന് രക്ഷപ്പെടുന്നതിനായി മുംബൈ എയർപോർട്ടിൽ വന്നപ്പോഴാണ് അഫ്സലിനെ മുംബൈ എയർപോർട്ടിൽ ലുക്കൌട്ട് നോട്ടീസ് പ്രകാരം തടഞ്ഞുവച്ചത്. തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയെ അറിയിച്ച് അന്വേഷണ സംഘത്തെ മുംബൈയിലേക്ക് അയക്കുകയായിരുന്നു. തൃശൂർ റൂറൽ സൈബർ പോലീസ് സ്റ്റേഷൻ SHO സുജിത് PS, SI ആൽബി തോമസ് വർക്കി, GSI ജസ്റ്റിൻ KV, CPOമാരായ ശ്രീനാഥ് TP, ശ്രീയേഷ് CS, ആകാശ് U, പവിത്രൻ C എന്നിവരാണ് കേസ് അന്വേഷിക്കുന്നത്. മീഡിയ ടൈം, തൃശൂർ. കൊടുങ്ങല്ലൂർ നഗരത്തിലേക്ക് പരമ്പരാഗതമായി ഉണ്ടായിരുന്ന തങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിലനിർത്താൻ വേണ്ടി 685 ദിവസമായി സമരം തുടരുന്ന കർമ്മസമിതിക്ക് ആശ്വാസമായി. അടിപ്പാതയ്ക്കുള്ള അനുമതി. CI ജംഗ്ഷനിൽ അടിപ്പാതയോ എലിവേറ്റഡ് ഹൈവേയോ സ്ഥാപിക്കണമെന്ന കർമ്മസമിതിയുടെ നിരന്തരമായിട്ടുള്ള ആവശ്യം സാധ്യമാക്കാൻ വേണ്ടി നിരവധി വിശദീകരണ യോഗങ്ങളും ജനകീയ മാർച്ചും വഴിതടയിലും ഹർത്താലും അടക്കമുള്ള സമരമുറകൾ നടത്തിയിരുന്നു. അടിപ്പാതയോ എലിവേറ്റഡ് ഹൈവേയോ വന്നില്ലെങ്കിൽ നോക്കാത്ത ദൂരത്ത് നിന്ന് കാണാവുന്ന താലൂക്ക് ആശുപത്രി, പോലീസ് സ്റ്റേഷൻ, മിനി സിവിൽ സ്റ്റേഷൻ, ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രം, നഗരസഭാ കാര്യാലയം, ഗേൾസ് ഹൈസ്കൂൾ, കോടതി എന്നിവിടങ്ങളിലേക്ക് എത്താൻ 2 കിലോമീറ്ററിലധികം ചുറ്റിവളയേണ്ടി വരുമെന്ന അവസ്ഥയ്ക്കാണ് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ രേഖാമൂലമുള്ള അറിയിപ്പ് ലഭിക്കുമെന്നാണ് സൂചന. വലപ്പാട് ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം സമാപിച്ചു. 769 പോയിന്റ് നേടി ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ 1ാം സ്ഥാനം നേടി. 535 പോയിന്റോടെ കഴിമ്പ്രം VPMS ഹയർ സെക്കൻഡറി സ്കൂൾ 2ാം സ്ഥാനവും 445 പോയിന്റ് നേടി ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് ഹൈസ്കൂൾ 3ാം സ്ഥാനവും നേടി. 2 ദിവസങ്ങളിലായി എടത്തുരുത്തി സെന്റ് ആൻസ് സ്കൂളിൽ നടന്ന ശാസ്ത്രോത്സവത്തിന്റെ സമാപന സമ്മേളനം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്ര പുരോഗതി ഇല്ലാതെ ഒരു ഇഞ്ച് പോലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പൊ നമുക്കറിയാം, ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ളതെല്ലാം ഇപ്പൊ നമുക്ക് ദുരിതമായിട്ട് തോന്നാം ചില കാര്യങ്ങളിൽ. ആ കാര്യങ്ങള് കൃഷിയിൽ നമ്മൾ ശാസ്ത്ര പുരോഗതിയുടെ ഭാഗമാണ്. ഇന്ന് നേടുന്ന ലോകത്ത് മുഴുവനും ശാസ്ത്ര പുരോഗതിയുടെ ഭാഗമായിട്ടാണ്. വിത്തുൽപാദനം ഉൾപ്പെടെ, യന്ത്രവൽക്കരണം ഉൾപ്പെടെ, ഞാറുനടലും കിളക്കുന്നതും എല്ലാം ശാസ്ത്രത്തിന്റെ ഭാഗമാണ്. മരുന്നുകൾ അത് കണ്ടെത്തിയിട്ടുണ്ട്. ആരോഗ്യരംഗത്ത് ശാസ്ത്ര പുരോഗതി, പഴയ ആരോഗ്യരംഗമല്ല. ഇപ്പോൾ വൈദ്യുതി കൊടുക്കുന്ന ഏതെങ്കിലും ചെടിയുടെ ചാറ് കുടിക്കുന്നതല്ല ശാസ്ത്ര പുരോഗതിയിലൂടെ ആരോഗ്യരംഗത്ത് നമ്മൾ കൈവരിച്ചിട്ടുള്ളത്. സ്കാനും എക്സ്റേയും ഉൾപ്പെടെ നമ്മുടെ ശരീരത്തിനകത്തുള്ള മുഴുവൻ കാര്യങ്ങളും കണ്ടുപിടിക്കാനുള്ള മിഷനറികൾ ശാസ്ത്ര പുരോഗതിയുടെ ഭാഗമായിട്ട് വന്നു. മരുന്നുകൾ ഗുരുതരമായ രോഗത്തിനുൾപ്പെടെ കണ്ടെത്താൻ കഴിയുന്ന രീതിയിൽ ആരോഗ്യരംഗം ഇന്ന് ലോകത്ത് ശാസ്ത്രത്തിലൂടെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ സമ്മാനദാനം നിർവഹിച്ചു. മതിലകം BPC NC പ്രശാന്ത്, എടത്തുരുത്തി സെന്റ് ആൻസ് UP സ്കൂൾ PTA പ്രസിഡന്റ് സിജോ ആലപ്പാട്, പ്രധാന അധ്യാപിക സിസ്റ്റർ റമി, RC UP സ്കൂൾ മാനേജർ ഫാദർ ജോഷി പാലിയേക്കര, വികസന സമിതി ട്രഷറർ TV വിനോദ്, CK ബിജോയ്, MA സാദിഖ്, ശ്രീജ മൗസ്മി, വിവിധ ക്ലബ്ബ് കൺവീനർമാരായ ഹെൻസിൻ, KV ലീന, ഗിരീഷ് സുകുമാരൻ, രാം നവാസ്, ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി ഉപജില്ലാ കായികമേള കാർമൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിച്ചു. ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ കായികമേള ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PB നിഷ, ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ എന്നിവർ ചേർന്ന് പതാക ഉയർത്തി. ചാലക്കുടി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MM അനിൽകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PB നിഷ, ഉപജില്ലാ സ്പോർട്സ് സെക്രട്ടറി ഐവിൻ സന്തോഷ്, HM ഫോറം കൺവീനർ ശ്രീകുമാർ, കാർമൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോസ് താണിക്കൽ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ പ്രതിനിധി രതീഷ് R മേനോൻ, കായികമേള ജനറൽ കൺവീനർ കമലം, വിവിധ അധ്യാപക അനധ്യാപക സംഘടനാ പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ വിഭാഗങ്ങളിലായി മത്സരങ്ങൾ നടന്നു. ലോക കാഴ്ച ദിനാചരണത്തോടനുബന്ധിച്ച് ജില്ലാതല ഉദ്ഘാടനം മലക്കപ്പാറ പെരുമ്പാറ ഉന്നതിയിൽ നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് KK റിജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ട് ജില്ലയുടെയും സ്റ്റേറ്റിന്റെയും ജീവനക്കാരുടെ നേതൃത്വത്തിൽ ആരോഗ്യമേഖലയെ ചേർത്ത് പിടിക്കുന്ന ഒട്ടനവധി പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തുടർച്ചയായി ആരോഗ്യരംഗം ഇന്ത്യക്കകത്ത് 1ാം സ്ഥാനത്താണ് കേരളം. മറ്റൊന്നൊരു ഇന്ത്യക്കകത്ത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ലോകത്ത് 1ാം നമ്പറായി മാറിയിരിക്കുകയാണ്.
അന്ധത നിയന്ത്രണ സമിതി തൃശൂർ, ജില്ലാ ആരോഗ്യ കുടുംബക്ഷേമ സമിതി, ജില്ലാ മെഡിക്കൽ ഓഫീസ്, ആരോഗ്യ കേരളം തൃശൂർ, അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത്, വെറ്റിലപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൗമിനി മണിലാൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പാമ്പ് വിഷബാധ ഏൽക്കുന്നവർക്കുള്ള പ്രാഥമിക ചികിത്സയെക്കുറിച്ച് തൃശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ അനു എം ജോർജ് ക്ലാസ് നയിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീദേവി, TP ജില്ലാ പ്രോഗ്രാം മാനേജർ ആരോഗ്യ കേരളം തൃശൂർ ഡോക്ടർ സജീവ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷാൻഡി ജോസഫ്, അസിസ്റ്റന്റ് സർജൻ ആൻഡ് ഒഫ്താൽമോളജിസ്റ്റ് ജനറൽ ആശുപത്രി തൃശൂർ ഡോക്ടർ രഘു AC, മലക്കപ്പാറ ഗ്രേഡ് സബ് ഇൻസ്പെക്ടർ ആസാദ് PT എന്നിവർ സംസാരിച്ചു. സമേതം വിമുക്തി പദ്ധതിയുടെ ഭാഗമായി ജീവിതമാണ് ലഹരി എന്ന ആശയം മുൻനിർത്തി കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് E ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. മുഖ്യാതിഥിയായ കൊടുങ്ങല്ലൂർ DYSP VK രാജു കുട്ടികൾക്കായി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ PK സുനിൽകുമാർ, സീനിയർ അധ്യാപിക TS സന്ധ്യ, വാർഡ് മെമ്പർ ഗീത റാണി, ഉണ്ണി പണിക്കശ്ശേരി, ഹരിസൻ എന്നിവർ സംസാരിച്ചു. ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സുധീഷ് അമ്മ വീടിന്റെ നാടകാവതരണം, കുട്ടികളുടെ ഫ്ലാഷ് മോബ്, റോൾ പ്ലേ, പോസ്റ്റർ പ്രദർശനം, ലഹരിക്കെതിരെ കൈപ്പത്തി ചാർത്തൽ തുടങ്ങിയ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. നവോത്ഥാനത്തിലൂടെ നവകേരളത്തിലേക്ക് എന്ന ലക്ഷ്യവുമായി തൃശൂർ ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ വായനശാലകളിൽ വീട്ടുമുറ്റ സദസ്സ് സംഘടിപ്പിച്ചു. കൊടകര കൊപ്രക്കളം ജവഹർ വായനശാലയുടെ സഹകരണത്തോടെ കൊടകര ചേറ്റിപ്പറമ്പിൽ ശശീന്ദ്രന്റെ വീട്ടുമുറ്റത്ത് നടത്തിയ വീട്ടുമുറ്റ സദസ്സ് സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ധർമ്മരാജ് അഡാട്ട് ഉദ്ഘാടനം ചെയ്തു. എന്തുകൊണ്ടാണ് ഈ ഒരു മുദ്രാവാക്യം വെച്ചുകൊണ്ട് നമ്മുടെ ഗ്രന്ഥശാലകളെ പ്രവർത്തനോന്മുഖമാക്കുന്നതോടൊപ്പം സമൂഹം അകപ്പെട്ടിട്ടുള്ള ചില നിഷേധാത്മകമായ അല്ലെങ്കിൽ നവോത്ഥാന വിരുദ്ധമായ ആശയങ്ങള് തൃശൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പ്രൊഫസർ M ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി NS വിദ്യാധരൻ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് CD പോൾസൺ എന്നിവർ സംസാരിച്ചു. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സമഗ്ര ശിക്ഷ കേരളയുടെയും നേതൃത്വത്തിൽ സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച അഡീഷണൽ ക്ലാസ് മുറിയുടെയും മലയാളം, ഇംഗ്ലീഷ്, സയൻസ്, ഗണിത ലാബുകളുടെ ഉദ്ഘാടനവും കിഡ്സ് അത്ലറ്റിക്സ് ഉപകരണങ്ങളുടെ കൈമാറ്റ ചടങ്ങും നടത്തി. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം നിർവഹിച്ചു. സന്തോഷം തോന്നുന്ന രീതിയിൽ ക്ലാസ് മുറികൾ അലങ്കരിച്ചിരിക്കുകയാണ് അല്ലേ? ആയാസം ഇല്ലാതെ പഠിക്കാനായിട്ടാണ് സംസ്ഥാന സർക്കാർ നിങ്ങൾക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ നൽകുന്നതും അധ്യാപകർക്ക് നല്ല പരിശീലനം നൽകുന്നതും. അപ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ ചിരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് കുട്ടികൾ വരുന്ന കാലഘട്ടം വരണമെന്നാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്തത്. ഇപ്പൊ സന്തോഷമായിട്ട് സ്കൂളിൽ ഇരിക്കാൻ തന്നെയല്ലേ ഇഷ്ടം. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു അധ്യക്ഷത വഹിച്ചു. വിദ്യാകിരണം കോർഡിനേറ്റർ NK രമേശ് പദ്ധതി വിശദീകരണം നടത്തി. തൃശൂർ DPC ഡോക്ടർ ബിനോയ് NJ, കൊടകര BRC BPC അനൂപ് TR, BRC കോർഡിനേറ്റർ ജൂണി തോമസ്, കൊടകര GHS പ്രിൻസിപ്പൽ സുധീർ M, OSTA പ്രസിഡന്റ് രാജലക്ഷ്മി, SMC ചെയർമാൻ ബബീഷ്, MPTA പ്രസിഡന്റ് മഞ്ജുഷ സതീഷ്, ഹെഡ് മിസ്ട്രസ് MK ഡൈനി, PTA പ്രസിഡന്റ് സംനേഷ് നാരായണൻ എന്നിവർ സംസാരിച്ചു. കർമ്മസമിതിയുടെ സമരങ്ങൾക്ക് ഇതുവരെ പിന്തുണ നൽകാത്ത BJPയും അടിപ്പാത വരില്ലെന്ന് പൊതുജനങ്ങൾക്ക് മുൻപിൽ പറഞ്ഞ കേന്ദ്രമന്ത്രിയും ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ദേശീയപാത അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ അടിപ്പാതയുടെ സാധ്യത നഷ്ടപ്പെടുത്തിയ നഗരസഭാ ഭരണാധികാരികളും സമരക്കാരെ സന്ദർശിക്കുമെന്ന് പറഞ്ഞ് വഞ്ചിച്ച് ഒളിച്ചോടിയ പൊതുമരാമത്ത് മന്ത്രിയും LDFും സമരസമിതിയെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന നടപടികൾ അവസാനിപ്പിക്കണമെന്നും അവകാശം ചമയുന്നതും നിർത്തണമെന്നും കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. കൊടുങ്ങല്ലൂരിൽ CI സിഗ്നലിൽ അടിപ്പാത യാഥാർത്ഥ്യമാക്കിയ ബെന്നി ബെഹനാൻ MPക്കും 680ഓളം ദിവസമായി സമരരംഗത്തായിരുന്ന കർമ്മസമിതിക്കും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഭിവാദ്യങ്ങൾ നൽകി.
വടക്കേനടയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കോൺഗ്രസ് സെക്രട്ടറി ടി.എം. നാസർ, ബ്ലോക്ക് പ്രസിഡന്റ് ഇ.എസ്. സാബു, പി.യു. സുരേഷ് കുമാർ, പി.വി. രമണൻ എന്നിവർ സംസാരിച്ചു. ഡിൽഷൻ കൊട്ടേക്കാട്, കെ.പി. സുനിൽകുമാർ, കെ.എസ്. കമറുദ്ദീൻ, നിഷാഫ് കുര്യാപ്പള്ളി, കെ.ജി. മുരളീധരൻ, സനിൽ സത്യൻ, സുനിൽ കളരിക്കൽ, പി.എൻ. മോഹനൻ, കെ.കെ. ദാസൻ, അഭിനവ് എന്നിവർ പങ്കെടുത്തു. അഖില കേരള ശാസ്താംപാട്ട് ചിന്ത് സമിതിയുടെ രജത ജൂബിലി വർഷത്തോടനുബന്ധിച്ച് അയ്യപ്പന് വിളക്ക് ആഘോഷവും ശാസ്താംപാട്ട് ചിന്ത് സൗഹൃദ മത്സരവും ഒക്ടോബർ 11 ശനിയാഴ്ച നടക്കും. ചാലക്കുടി ടൗൺ NSS കരയോഗം ഹാൾ മരത്താമ്പിള്ളിയിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് കാവടി ചിന്ത് മത്സരം ആരംഭിക്കും. സാംസ്കാരിക സമ്മേളനം വൈകിട്ട് 5 മണിക്ക് സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് കേശവൻ ചാലക്കുടി, സെക്രട്ടറി വടമ രാധാകൃഷ്ണൻ, ജോയിന്റ് കൺവീനർ PS രാജേഷ് മേനോൻ, ട്രഷറർ TP കുട്ടപ്പനാചാരി, ഓമനക്കുട്ടൻ പുത്തഞ്ചിറ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിൽ CI ജംഗ്ഷനിൽ അടിപ്പാറയ്ക്കുള്ള അനുമതി ലഭിച്ചതായി BJP. അടിപ്പാറയ്ക്ക് അനുമതി ലഭിച്ചതായി CI ജംഗ്ഷനിൽ കൂടിയ പ്രഖ്യാപന യോഗത്തിൽ പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തും BJP പ്രവർത്തകർ ആഹ്ലാദം പ്രകടിപ്പിച്ചു. പ്രഖ്യാപന യോഗം ജില്ലാ ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. BJP മണ്ഡലം പ്രസിഡന്റ് ജിതേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ വിദ്യാസാഗർ, പ്രതിപക്ഷ നേതാവ് TS സജീവൻ, ജനറൽ സെക്രട്ടറിമാരായ TJ ജെമി, LK മനോജ്, കൗൺസിലർമാരായ CS സുമേഷ്, ധന്യ ഷൈൻ, ശാലിനി വെങ്കടേഷ്, രശ്മി ബാബു എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ട്രെയിനിൽ നെഞ്ചുവേദനയെ തുടർന്ന് യുവാവ് മരിച്ച സംഭവത്തിൽ കളക്ടർക്കും മനുഷ്യാവകാശ കമ്മീഷനും പോലീസിനും പരാതി നൽകാൻ ഒരുങ്ങി വീട്ടുകാർ. സ്റ്റേഷൻ മാസ്റ്റർ അടിയന്തര നടപടികൾ സ്വീകരിച്ചുവെന്നും ചികിത്സ വൈകാൻ കാരണം യാത്രക്കാർ പ്രകോപിതരായതാണെന്നും റെയിൽവേ. 1,08,00,000 രൂപയുടെ ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് മാളിക്കടവ് സ്വദേശി നിബ്രാസ് മഹൽ വീട്ടിൽ 24 വയസ്സുള്ള അജ്സലിനെയാണ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിൽ CI ജംഗ്ഷനിൽ കർമ്മസമിതി 685 ദിവസമായി തുടരുന്ന സമരത്തിന് ആശ്വാസം. അടിപ്പാറയ്ക്കുള്ള അനുമതിയായി. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.